അർജുൻ ആംഗിക്ക് വേണ്ടി തലശ്ശേരി CJM കോടതിയിൽ കണ്ണൂർ സൈബർ പോലീസ് പ്രൊഡക്ഷൻ വാറന്റ് സമർപ്പിച്ചു. നാളെ അർജുൻ ആംഗിയെ കോടതിയിൽ ഹാജരാക്കും. മുഹമ്മദ് സൈഫുള്ള വിവരങ്ങൾ നൽകും. സൈഫുള്ള, ഏത് കേസിലാണ് പ്രൊഡക്ഷൻ വാറന്റ്? അജിംസെ, കണ്ണൂർ സൈബർ പോലീസിന്റെ കേസിൽ തന്നെയാണ് പ്രൊഡക്ഷൻ വാറന്റ്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് തലശ്ശേരി CJM കോടതിയിൽ പ്രൊഡക്ഷൻ വാറന്റ് സമർപ്പിച്ചത്. നാളെ അർജുൻ ആംഗിയെ കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. 5 ദിവസത്തേക്ക് കസ്റ്റഡി വേണമെന്ന് പോലീസ് ആവശ്യപ്പെടും. കാരണം അത്രയധികം തെളിവുകൾ അർജുൻ ആംഗിയിൽ നിന്ന് ശേഖരിക്കാനുണ്ട് എന്നതാണ് സൈബർ പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഈ കേസിന്റെ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമായിരിക്കും കോതമംഗലം പോലീസും ഊന്നുകൽ പോലീസും അതുപോലെ ആലുവ പോലീസും ഒക്കെ മറ്റ് ഈ ഇതുമായി ബന്ധപ്പെട്ട സൈബർ നിക്ഷേപ കേസുകളിലും സ്ത്രീത്വത്തെ അപമാനിച്ച കേസുകളിലുമൊക്കെ പ്രൊഡക്ഷൻ വാറന്റ് സമർപ്പിക്കുക. കണ്ണൂരിൽ പ്രധാനമായിട്ടും ആഭ്യന്തരമന്ത്രി അധിക്ഷേപിച്ചു എന്ന കേസിൽ ഏത് ഡിവൈസിലാണോ, മൊബൈലിലാണോ, മറ്റെന്തെങ്കിലും ലാപ്ടോപ്പ് പോലെയുള്ള സംവിധാനത്തിലാണോ ഇയാൾ പോസ്റ്റ് പങ്കുവച്ചതെന്ന് പോലീസ് പരിശോധിക്കും. അത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അർജുൻ ആംഗിയുടെ ഫോൺ കണ്ണൂർ സൈബർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഈ ഫോണിൽ തന്നെയാണോ പോസ്റ്റ് ഇട്ടത് എന്ന് ശാസ്ത്രീയമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അർജുൻ ആംഗി കൊടുത്ത മൊഴി ഈ ഫോണിലാണ് ആ പോസ്റ്റ് ഇട്ടത് എന്നുള്ളതാണ്. അത് പോലീസ് പരിശോധിക്കും. അങ്ങനെയാണെങ്കിൽ മറ്റു ഡിവൈസുകൾ അന്വേഷിച്ച് പോകേണ്ടതായിട്ടില്ല. അതുപോലെ ഈ അർജുൻ ആംഗി ഫസ്റ്റ് ഒളിവിലുള്ള സമയത്ത് സഹായിച്ചു എന്ന് കരുതുന്ന അർജുൻ ആംഗിയുടെ സുഹൃത്ത് പ്രണവാണ് ഒളിവിൽ കഴിയുന്ന സമയത്ത് പോലീസിനെ വിമർശിച്ചുകൊണ്ടും ട്രോളിക്കൊണ്ടുമുള്ള പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് എന്ന ഒരു മൊഴി അർജുൻ ആംഗി പോലീസിന് കൊടുത്തിട്ടുണ്ട്. അത് പോലീസ് പരിശോധിക്കുകയാണ്. പ്രണവ് ഇപ്പോൾ ഒളിവിലാണ്. പ്രണവിന് വേണ്ടി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രണവ് ഏത് രീതിയിലുള്ള പോസ്റ്റുകളാണ് ഇട്ടതെന്ന് പരിശോധിക്കും. പ്രണവിന്റെ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുക്കും. അതിനുശേഷം ഈ നിലവിലുള്ള കേസിന്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റുകളാണ് പങ്കുവച്ചതെങ്കിൽ അർജുൻ ആംഗിക്കെതിരെ കണ്ണൂരിലെടുത്ത കേസിൽ ഇയാളെ കൂടെ കൂട്ടുപ്രതിയായി ചേർക്കും. ഇല്ലെങ്കിൽ പുതിയൊരു കേസ് പ്രണവിനെതിരെ കണ്ണൂർ സൈബർ പോലീസ് എടുക്കും. മറിച്ച് ഇയാൾ ഒളിവിൽ കഴിയാൻ വേണ്ടി സഹായിച്ചു എന്ന് പോലീസിന് ബോധ്യപ്പെട്ടാൽ അതിന് പ്രതിയെ ഒളിവിൽ പാർപ്പിക്കാൻ സഹായിച്ചു എന്ന പേരിൽ പ്രണവിനെതിരെ പുതിയൊരു കേസും എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിനിടയിൽ കണ്ണൂർ സിറ്റി പോലീസ് ഇയാൾക്കെതിരെ കാപ്പ ചുമത്താനുള്ള നീക്കവും തുടങ്ങിയിട്ടുണ്ട്. DIG ആണ് നിർദ്ദേശം നൽകിയത്. കണ്ണൂരിലെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ 20ഓളം കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. വധശ്രമം, സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ തുടങ്ങിയ കേസുകളാണുള്ളത്. ഈ കേസിന്റെ ഒക്കെ ഹിസ്റ്ററി കൊടുത്തുകൊണ്ടാണ് ഇന്നലെ പോലീസ് റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇത് പരിഗണിച്ചുകൊണ്ട് പോലീസ് ഇയാൾക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ അർജുൻ ആംഗിക്കെതിരെ കാപ്പ ചുമത്തിയിട്ടുണ്ടെങ്കിലും പിന്നീട് അപ്പീലിന് പോയിട്ടാണ് ഇയാൾ അതിൽ നിന്നും ഒഴിവായത്. അത്തരത്തിലുള്ള തടസ്സമില്ലാതിരിക്കാൻ വേണ്ടി കൂടുതൽ നിയമോപദേശം പോലീസ് തേടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും കാപ്പ ചുമത്താനുള്ള തീരുമാനമെടുക്കുക. DIG എന്തായാലും അതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി ജില്ലാ കളക്ടറാണ് ഉത്തരവിടേണ്ടത്. അതിനു മുന്നോടിയായിട്ട് തന്നെ ഈ നടപടിക്രമങ്ങളൊക്കെ പോലീസിന് പൂർത്തിയാക്കേണ്ടതായിട്ടുമുണ്ട്. അജിംസ്. ശരി, സൈഫുള്ള.